ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്വന്തം ജെറിബ്രോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ അർത്തുങ്കൽ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ രാത്രിയായി പോയി. ഇപ്പോൾ സമയം 7:30 ആയിട്ട്. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കാട്ടോ. അപ്പോൾ നമുക്ക് അർത്തുങ്കൽ പള്ളിയുടെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ബെസിലിക്ക. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വമാണ് കൊണ്ടാടാറ്. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്ന മൂത്തെടുത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. വ്യവസായിക കേന്ദ്രം കൂടിയായിരുന്നു. ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു. പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദീസ അടക്കമുള്ള കുദാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. വാസ്കോഡ ഗാമയുടെ കേരള സന്ദർശനത്തിനു ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മൂത്തേടവും സന്ദർശിക്കുകയുണ്ടായി. തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവിടെ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. അർത്തുങ്കൽ കേന്ദ്രമാക്കിയിട്ട് അന്ന് പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്നു ആർ അബ്രാഹിമിന്റെ അനുവാദപ്രകാരം മതബോധനവും കുദാശ നൽകലും ഇവിടെ ആരംഭിച്ചു. 1560 മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായിട്ട് മൂത്തെഴുത്തു രാജാവിൻ്റെ അനുവാദം തേടുകയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകിയില്ല. എന്നാൽ നിരന്തരമായ അഭ്യർത്ഥനയും മിഷണർമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ചിട്ട് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിനായിട്ട് തൻ്റെ ഉദ്യാനത്തിൽ നിന്നിട്ട് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. 1551 അർത്തുങ്കൽ വിശുദ്ധ അന്ത്രയോസിന്റെ നാമധേയത്തിലും തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായിട്ട് പണി കഴിപ്പിച്ച് ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത്. 1584 പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനീഷ്യ പള്ളിയുടെ നവീകരണത്തിലെ താല്പര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു. ആദ്യത്തെ വികാരിയായിട്ടിരുന്നത് ഫാദർ ഗസ്പർ പായ്സ് ആയിരുന്നു ആദ്യത്തെ വികാരി. 1632 ഫാദർ ഫെനൂഷ്യ മരണപ്പെടുകയും വലിയൊരു ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു. 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ട് വിപുലവും മനോഹരമായി പുനർനിർമ്മിക്കുകയും ചെയ്തു. ഈ കാലത്താണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം പള്ളിയിലേക്ക് പ്രതിഷ്ഠിക്കുന്നത്. 2010 ജൂലൈ 9 പള്ളിയെ ബെസിലിക്ക ആയിട്ട് ഉയർത്തിയത്. പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബെസിലിക്ക ആക്കിയത്. Why?
അപ്പോൾ അർത്തിങ്കൽ പള്ളിയുടെ ചെറിയൊരു ചരിത്രമാണത്. അപ്പോൾ രാത്രിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എല്ലാവരും നമ്മളോട് ക്ഷമിക്കുക. നല്ല രീതിയിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. നല്ല നല്ല അടിപൊളി വീഡിയോസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.